ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് റൂബൻ ഫ്രാൻസിസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഈ മാർച്ച് 24 വരെയാണ് തൻ്റെ ദുബായിൽ വിസ നിൽക്കുന്നത്. ആ ജോലി സ്ഥലത്ത് നിന്ന് തൻ്റെ ക്ലിയറൻസ് ലഭിക്കേണ്ടതിനായി, തനിക്ക് പെൻഡിങ് കിടക്കുന്ന സാലറി ലഭിക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തനിക്ക് കുടുംബമായി UK ജീവിക്കാനുള്ള വഴി തുറക്കേണ്ടതിനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി അവിടെ തുറക്കുകയും ചെയ്യേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും? കാരണം ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. ഞാൻ ആഴമായി വിശ്വസിക്കുന്നു ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും നിന്നാൽ സുവാർത്ത അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. കാരണം കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്കുക, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഓരോ ദൈവമക്കൾക്കും ഇപ്പോൾ ഒരു അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപേന്ദ്രനായി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ, ഒരു ദൈവപ്രവൃത്തി അങ്ങ് അയക്കണമേ അപ്പ. യേശുവേ, തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നപ്പ. തൻ്റെ ഈ 24 മുമ്പേ ഒരത്ഭുതം തൻ്റെ ജോലി സ്ഥലത്ത് സംഭവിക്കുകയും തനിക്കുള്ള ആ വിസ ക്യാൻസലേഷനും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി സംഭവിക്കുകയും കർത്താവേ, ആ പെൻഡിങ് കിടക്കുന്ന ജോലിയുടെ സാലറി ലഭിക്കേണ്ടതിനായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിനകത്തൊരു വലിയ അത്ഭുതത്തെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ ഈ മകനും കുടുംബവും ഒരു അത്ഭുതം കാണുന്നു. UK ഇവർക്ക് കുടുംബമായി താമസിക്കാനുള്ള വഴി അങ്ങ് തുറക്കണമേ അപ്പ. ഈ മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി അങ്ങ് തുറക്കണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമാണ്, ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. ഇതൊരു അത്ഭുത സാക്ഷ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വചന സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ വചനത്തിൻ്റെ വലിപ്പവും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, നാം ഈ പകൽ കേൾക്കുന്ന വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയണം. അത് ഏകാഗ്ര ഹൃദയത്തോടെ ശ്രദ്ധയോടെ ഏറ്റെടുക്കുമെങ്കിൽ ആവർത്തന പുസ്തകം പറയുന്നു, സകല ജാതികൾക്കും മീതെ ഞാൻ നിന്നെ ഉന്നതമാക്കും. ഹല്ലേലൂയ. ഒരാൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ വചനത്തിനകത്തൊന്ന് നിലനിന്നാൽ മാത്രം മതി ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് വ്യക്തമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം എഴുതിയിരിക്കണം, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അടുത്ത വാക്യം വ്യക്തമാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ പുറമേ വായനക്കുന്നുണ്ടെങ്കിലും പുറമേ കൈയടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അകത്ത് ആ മടുപ്പുണ്ടെങ്കിൽ നമ്മളൊരു പൂർണ്ണതയേറിയ പ്രാർത്ഥനയിലല്ല നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ നമ്മൾ പിന്നിലോട്ടൊന്ന് വലിഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് അറിയാം. മറ്റുള്ളവർ കാണുകയെ നമ്മൾ അത്തരം ചലിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയം ആ പ്രാർത്ഥനയിലല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ ആഗ്രഹിച്ചിട്ട് പലതും നടക്കാതെ വരുമ്പോൾ. പക്ഷേ സങ്കീർത്തനക്കാരനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവന് സീസണുകളില്ല, അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതാണ്. എന്നാൽ അടുത്ത വചനം പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായി ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, ഈ വചനത്തിനകത്ത് ഒരാൾ നിലനിന്നാൽ, വചനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ജീവിതത്തിനകത്ത് സകലതും സാധിക്കുമെന്നുള്ളതാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 15:7 പറയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് ചെയ്തു തരും. എന്നെ കേൾക്കുന്നവരെ, വചനത്തിനകത്ത് നിന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ
ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ തുടങ്ങും. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം വ്യക്തമായി നമ്മോട് പറയുകയാണ്, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അപ്പോൾ ഈ വചനം അയക്കപ്പെടുന്നതാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഏശയ്യാവ് 55-ാം അധ്യായത്തിൽ പറയുന്നു, പിതാവിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അതിന്റെ കാര്യം തികയ്ക്കാതെ വെറുതെ തിരിച്ചത് മടങ്ങി വരുന്നില്ല, അയച്ചതിന്റെ ഇഷ്ടം സാധിക്കുമെന്നുള്ളതാണ് വ്യക്തമായി ഇവിടെ കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അയക്കപ്പെടുന്ന വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശതാധിപൻ അനുഭവം നമ്മോട് പറയുകയാണ്, അങ്ങന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ വീട് ചെറുതായതുകൊണ്ടല്ല, അങ്ങയുടെ വാക്കിന്റെ അധികാരം എനിക്ക് വ്യക്തമായി അറിയാം. ഞാനും 100 പേരുടെ മുകളിൽ നിൽക്കുന്നവനാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ വാക്കിലും ശക്തിയുണ്ട്. ഞാൻ ഒരുത്തിനോട് വരാനും പോകാനും പറഞ്ഞാൽ അവർ ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ വലിപ്പമാണ് അങ്ങയുടെ വാക്കിന്റെ അധികാരം. അങ്ങ് ഇവിടെ നിന്നൊന്ന് കൽപ്പിച്ചാൽ എൻ്റെ വീട്ടിൽ കിടക്കുന്ന ബാല്യക്കാരൻ സൗഖ്യമായി എഴുന്നേൽക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അയക്കപ്പെടുന്ന വചനത്തിന്റെ ശക്തിയുടെ ആഴം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. നിങ്ങൾ ഈ വചനം എവിടെ നിന്നാണോ ശ്രദ്ധിക്കുന്നത് അവിടെ നിന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, ഈ വചനം എന്നോടാണ്, ഈ വചനത്തിന് എൻ്റെ മേളിൽ അത്ഭുതത്തെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഈ വചനത്തെ നിന്റെ മേളിൽ നിവർത്തീകരണത്തെ കൊണ്ടുവരാൻ കഴിയും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന, ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുന്ന, 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരുന്ന ആ വചന ശബ്ദത്തിന് നിന്റെ ജീവിതത്തിനകത്ത് പുതിയതിനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആത്മാവിൽ ചലിക്കുക. ഇപ്പോൾ തന്നെ ചില എഴുന്നേൽപ്പുകൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ ആ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവേ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി മുമ്പോട്ട് പോകാൻ മാർഗമില്ലെന്ന് പറയുമ്പോൾ ഈ വചന ശബ്ദം അവരുടെ വാതിലുകളെ തുറക്കുകയാണ്, അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. കാരണം 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. അറിയാം, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന അവൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടുകളെ മാറ്റി നിങ്ങളിൽ ഒരു പുത്തൻ വഴിയെ തുറക്കാൻ പോവുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിന് ജീവനുള്ളത് കൊണ്ട്, വചനം എൻ്റെയും നിങ്ങളുടെ വെളിച്ചമായതുകൊണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യം പറയുന്നു, വചനത്തിന് ജീവനുണ്ട്. അറിയുക, ആ വചനം ഇങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇനി മാർഗമില്ല, എല്ലാം അവസാനിച്ചെന്ന് പറയുന്നവരും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് വരികയാണ്, അവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകൾ കേട്ട ചില വാഗ്ദത്തങ്ങളുടെ മേളിൽ ജീവൻ വെക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യിരെമ്യാവ് 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. ഈ വചനം നിവർത്തീകരിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാകിയാൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആത്മാവിൽ നിന്ന് ചലിച്ചു തുടങ്ങുക, ആത്മാവിൽ നിന്ന് ചലിച്ചു തുടങ്ങുക. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വചനവും ആത്മാവിന്റെ ശക്തിയും ഒരുമിക്കുമ്പോൾ സൃഷ്ടിപ്പുകൾ സംഭവിക്കുകയാണ്. അതെന്താ പാസ്റ്റേ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇത് ഇരുളുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഭൂമിയെങ്കിലും ഈ ഭൂമിയിൽ ആഴമായ 3 തിന്മകൾ വാണുകൊണ്ടിരുന്നു. 1 പാഴാക്കുന്ന, 2 ശൂന്യമാക്കുന്ന, 3 ഇരുളാക്കുന്ന. ഈ 3 തലങ്ങൾ ഈ ഭൂമിയിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോഴും ആത്മാവിൽ നിങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ നിങ്ങൾ നിറയുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ വചന സന്ദേശം നിങ്ങളുടെ സൃഷ്ടിപ്പുകളെ കൊണ്ടുവരാൻ പോവുകയാണ്. ആത്മാവിത വെള്ളത്തിന് മേളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ സൃഷ്ടിപ്പുകൾ ഉണ്ടാക്കുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഇതാ സ്വർഗം വിളിച്ചു പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര തീർന്നെന്ന് പറയുന്നിടത്തും ഇന്നൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അതാണ് വചനത്തിന്റെ ശക്തി. വചനത്തിന് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് അതേപോലെ അത് വെളിപ്പെട്ട് വരികയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 119-ാം സങ്കീർത്തനം 42-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയുവാൻ പ്രാപ്തനായി തീരും. എന്നെ പ്രാപ്തീകരിക്കുന്ന, എന്നെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്നവരെ ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ
മടുത്തു പോകാതെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്തിനു വേണ്ടിയാണ് നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നതും നാം തിരിച്ചറിയാൻ പോവുകയാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ആഴം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കണം. ഇന്നൊരു വിടുതൽ സംഭവിക്കേണ്ടതിനായിട്ട് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുകയും ആഴമായി വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ ഇതാ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം നമ്മളൊന്ന് വായിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആഴം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു കുഞ്ഞ് വളരുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുന്ന ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. കാരണം പ്രാർത്ഥന കൂടാതെ ഒരു ദൈവം ഇതിൽ വളരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. ആ വ്യക്തി വളരാനുള്ള മാർഗത്തെ കാണിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ച് വായിക്കുകയാണ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വചന സന്ദേശം ആഴമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് ഒരു സ്ഥലത്ത് തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന തീരുന്ന ശേഷം ഇതാ ശിഷ്യന്മാരിൽ ഒരുത്തൻ വന്ന് പറയാണ്, ഞങ്ങളെയും കൂടെ പ്രാർത്ഥന പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥന നമുക്ക് പഠിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, 7 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേ നിലയിൽ തന്നെ 21 ദിവസം 40 ദിവസമൊക്കെ ഉപവാസവും പ്രാർത്ഥനയിലും ഒക്കെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദിവസം 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരുണ്ട്, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവിധ നിലകളിലുള്ള പ്രാർത്ഥനകൾ കാണാൻ കഴിയും. അതേ നിലയിൽ തന്നെ ദാനിയേൽ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടൊന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഈ മിനിറ്റിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായി, ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായി ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കിയൊരു ദൂത് പറയട്ടെ. 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദാനിയേലിന്റെ മുമ്പിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ സിംഹം മുട്ടുകുത്തിയതായി കാണുകയാണ്. ആത്മാവിൽ ഈ കൈമാറ്റത്തെ നിങ്ങളുടെ മേളിൽ പകരുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇപ്പോൾ തിരഞ്ഞെടുക്കുക, കർത്താവേ, എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എന്നെ കൂടുതൽ ശക്തീകരിക്കണം, എന്നെ കൂടുതൽ സഹായിക്കണം, എന്നെ കൂടുതൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആ നിലയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനായി തീരുകയാണ്. പ്രസംഗിക്കുന്നവരെ ദൈവത്തിന് അറിയണമെന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിഞ്ഞിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ ഹിസ്കിയ്യാ രാജാവിന്റെ അടുക്കലേക്ക് ഇതാ യേശയ്യാവ് വരികയാണ്. യേശയ്യാവ് പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോകും നിശ്ചയം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ പറയുന്ന ഒന്നും മാറത്തില്ല. ദൈവത്തിന്റെ അരുൾപ്പാട് പറയുകയാണ്. ഹല്ലേലൂയ. ആ അരുൾപ്പാടിന്റെ നടുവിൽ ഹിസ്കിയ്യാവ് മുഖം ഭിത്തിയോട് ചുവരിനോട് ചേർത്ത് പിടിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ നിലവിളിയുടെ പ്രാർത്ഥന എത്ര നേരം എടുത്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ നടുമുറ്റം എത്തുന്ന ഏഷ്യാ പ്രവാചകനെ ഇതാ ദൈവം മടക്കി വരുത്തുകയാണ്. അവന്റെ ജീവനോട് 15 വർഷം ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾക്ക് ആഴമുണ്ടെങ്കിൽ, പ്രാർത്ഥനകൾക്ക് പൂർണ്ണതയുണ്ടെങ്കിൽ ചില സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ മറുപടി വരും. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിനകത്ത് തിമായിയുടെ മകനായ ബർത്തിമായി അവൻ യാചകനാണ്, അവൻ വഴിയരികിൽ ഇരിക്കുന്നവനാണ്. ഒത്തിരി എതിർപ്പുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചതായി അവിടെ കാണുന്നത്. ആ ഉച്ചത്തിലുള്ള നിലവിളി യേശുവിനെ നിർത്തി അവിടെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനയുടെ ആഴം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരം ഇപ്പോൾ ചലിക്കാൻ പോവുകയാണ്. ഇതാ ഒരു വലിയ ദൈവാസനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അകലാണ്ടത്തെ നിർമ്മിച്ചവന്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് നിന്റെ പ്രാർത്ഥന. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദൈവത്തിന്റെ കരത്തെ നിന്റെ പ്രാർത്ഥനയിൽ ചലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർ ഇതാ അറിയാം മുമ്പോട്ട് പോകാൻ കഴിയാത്ത വണ്ണം അവരുടെ പടക് മുങ്ങാൻ പോവുകയാണ്. അവർക്ക് നേരെ വിരോധമായി പോകുന്ന തിരമാലയും ആ ചുഴലിക്കാറ്റും കണ്ടിട്ട് അവർ പറയുന്നു, ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നു. നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സെക്കൻഡിൽ എൻ്റെ ദൈവം എഴുന്നേൽക്കുകയാണ്. ആ കാറ്റിനോ ആ തിരമാലയ്ക്കോ യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ശിഷ്യന്മാരുടെ നിലവിളിയിൽ യേശു എഴുന്നേൽക്കുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും, ചിലവർക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കും. നിങ്ങൾ ആര് വിശ്വസിച്ചില്ലേലും ഞാൻ ഈ വചന സന്ദേശം പറയുമ്പോൾ ആഴമായി വിശ്വസിക്കുന്നു. ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എഴുന്നേൽക്കുകയാണ്, ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചലിക്കുകയാണ്.
അങ്ങനെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് മടങ്ങി വരികയാണ്. ഇതാ യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ വന്നു പറഞ്ഞു, യോഹന്നാൻ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അങ്ങനെ 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ യേശു ബന്ധത്തിനകത്തു നിന്നൊരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. നമുക്ക് ആ 2-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം പോലെ സ്വർഗത്തിലും ഭൂമിയിലും ആകണമേ. ഇതാ ബന്ധത്തിൽ നിന്നുള്ള വലിയ പ്രാർത്ഥന യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പുതിയ നിയമത്തിൽ അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ബന്ധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ രക്ഷാ ദിവസമാണ്, ഇത് നിങ്ങളുടെ ദൈവപ്രസാദത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ഈ വചനത്തെ തെള്ളിക്കളയരുത്. എനിക്കും എൻ്റെ യേശുവിനെ സ്വീകരിക്കണമെന്നുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് അകലെ നിൽക്കുന്ന ദൈവത്തെ അല്ല, അടുത്ത് നിൽക്കുന്ന പിതാവിനെ വിളിക്കുകയാണ്, അടുത്ത് നിൽക്കുന്ന അപ്പനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൻ എൻ്റെ ആവശ്യങ്ങളെ കാണാതെ പോകത്തില്ല. എനിക്കും 2 മക്കളുണ്ട്. ആ 2 മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസവും അവരുടെ ഹല്ലേലൂയ അവരുടെ സ്കൂളിലെ ഫീസും അവരുടെ യൂണിഫോമും എല്ലാം അവർ ചോദിച്ചിട്ടല്ല, ഞാനത് അറിഞ്ഞ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവർക്കുള്ള ആഹാരം ഞാൻ അറിഞ്ഞ് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരെ, കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ അവരുടെ പിതാവാണ്. ഈ തലത്തിൽ നിന്നുകൊണ്ട് ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബന്ധത്തിനകത്ത് നിൽക്കുന്നതിനോട് ഞാൻ വിളിച്ചു പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് മടുത്തു പോകാതെ ഒരാൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേര്, ഹല്ലേലൂയ, ഇന്നും നീണ്ട നാളുകൾ പ്രാർത്ഥിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ്, ഹല്ലേലൂയ, ഒരു സാമ്പത്തിക വിടുതലിന് വേണ്ടിയാണ്, ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ്, കുടുംബ പ്രശ്നത്തിനകത്തുനിന്ന് ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഇതിനകത്ത് മടുക്കാതെ പ്രാർത്ഥിക്കണമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആഴമായ വചനത്തിന്റെ വെളിപ്പാട് ബന്ധത്തിൽ നിൽക്കുന്നതിനോട് വിളിച്ചു പറയുന്നു, നിന്റെ വിടുതൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ എൻ്റെ യേശു ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, കാൽവരിയിലെ രക്തത്തിൽ, കാൽവരി ക്രൂശിന്റെ വലിപ്പത്തിൽ നിന്നോട് വിളിച്ചു പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി നീ ഇന്ന് എൻ്റെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്, ഇത് നിന്റെ സൗഖ്യത്തിന്റെ സമയമാണ്. അവൻ കാൽവരി ക്രൂശിൽ കയറിയതിന്റെ ഒരാഴമെന്ന് പറയുന്നത്, സർവ്വസമ്പന്നനായ ദൈവം ഇതാ കാൽവരിയിൽ എനിക്ക് വേണ്ടി, ഞാൻ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു എന്ന് കൊരിന്ത്യർ ലേഖനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ വെളിപ്പെട്ട് കിടക്കുന്ന, കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട് കിടക്കുന്ന സാമ്പത്തിക വിടുതലിനെ നിനക്ക് യേശുവിന്റെ രക്തത്തിൽ ഇപ്പോൾ ക്ലെയിം ചെയ്യാം. ഹല്ലേലൂയ. വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഒന്ന്, നിന്റെ സൗഖ്യത്തിന് വേണ്ടി നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സൗഖ്യത്തിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു സാമ്പത്തിക വഴി തുറക്കേണ്ടതിന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇതാ 3-ാമത്തെ തലം പറയുന്നു, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു പറയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശു ആ ക്രൂശിൽ അവന്റെ സമാധാനം നമുക്ക് തന്നയിച്ചു പോകുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നു, എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ക്രൂശിൽ ജയാളിയായ കർത്താവ് നിങ്ങളുടെയും എൻ്റെയും സമാധാനത്തിനുള്ള വില കൊടുത്തിരിക്കുകയാണ്. ആ സമാധാനത്തിന്റെ ശക്തിയെ സ്വീകരിക്കുക. ഇപ്പോൾ ഈ 3 മേഖലകൾ എന്നെ കാണുന്നവർ, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ മേളിലേക്ക് ആ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. അവരുടെ മേളിലേക്ക് ആ അത്ഭുതം ഇപ്പോൾ തുറന്നു വരികയാണ്. വാസ്തവമായിട്ട് ഈ വചനത്തിനകത്തൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കുകയാണ്. അത്ഭുതകരമായ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ, അത് തുറന്നു വരട്ടെ. ഇപ്പോൾ തന്നെ ഇവർ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ ഇവരുടെ വഴികൾ തുറക്കട്ടെ. അടഞ്ഞത് തുറന്നു വരുന്നതിനായി സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചിലവർ വിടുതലിലേക്ക് വരികയാണ്. ഇന്ന് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, 2-ാമത്തെ വാക്യം, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. 3-ാമത്തെ വാക്യം, ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യം, അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു.
പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. പ്രിയരെ, ഈ 4 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യേശു ഉപമ പറഞ്ഞതിൻ്റെ ആഴമാണ് കാണുന്നത്. യേശു ഉപമകളാൽ അവരോട് സംസാരിച്ചു. 2-ാമത്തെ വാക്യം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു ഒരു പട്ടണത്തിൽ. എന്നിട്ട് അടുത്ത 3-ാമത്തെ വാക്യം പറയുകയാണ്, ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ ഇതാ ന്യായാധിപന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. ന്യായാധിപൻ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ഥലത്തെ പ്രധാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു കളക്ടർ ആകാം, ഒരു മന്ത്രിയാകാം. ഹല്ലേലൂയ ആ തലത്തിൽ നിൽക്കുന്ന ഒരു ഉയർന്ന ഹല്ലേലൂയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഇതാ ഒരു സഹോദരി ചെല്ലുകയാണ്. ഇവിടെ കാണുന്നത് നമുക്കെല്ലാവർക്കും നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന, എൻ്റെ കണ്ണ് തുറന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം പലവരെയും കൺഫ്യൂഷൻ ആക്കാൻ കഴിയുന്ന ഒരു തലമാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിനായിട്ട് സാധാരണ നിലയിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. വചനത്തിനകത്ത് ആഴമുണ്ട്. പക്ഷേ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വിഷയത്തിനകത്ത് നമ്മൾ എങ്ങനെയാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ചിലവർ ഈ വചനത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അത് താഴോട്ട് ഞാൻ സംസാരിക്കും. ഇതാ 3 വ്യക്തികളെ നമുക്ക് കാണാം. ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ച ഈ 2 പേരെയാണ്. പക്ഷേ ഇവിടെ വിധവ എന്ന് പറയുകയാണ് എൻ്റെ പ്രതിയോഗിയുടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ട്രാൻസ്ലേഷൻ പ്രതിയോഗി എന്നാണ്. പ്രതിയോഗിയുടെ ആഴമേറിയ മലയാളം കാണണമെങ്കിൽ നിങ്ങൾ മറ്റൊരു ട്രാൻസ്ലേഷൻ, POC ട്രാൻസ്ലേഷൻ കൂടെ ഒന്ന് വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാകും. 3-ാമത്തെ വാക്യം, ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് ഒരു നീതി നടത്തണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. അപ്പോൾ മറ്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടപ്പാക്കണമെന്ന് അവൾ അപേക്ഷിക്കുമായിരുന്നു. അവൾ ദിനം പ്രതി വരികയാണ്. അപ്പോൾ ഇവിടെ 3 പേരുണ്ടെന്നുള്ള വ്യക്തമാണ്. 1 ന്യായാധിപനുണ്ട്, 2 വിധവയുണ്ട്, 3 ഒരു എതിരാളിയുണ്ട് വിധവയുടെ. ഹല്ലേലൂയ. ആ എതിരാളി നിമിത്തം ആ വിധവ എന്തോ മേഖലകളിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെവിടെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു, ദൈവത്തെയാണ് ഇവിടെ ന്യായാധിപൻ എന്ന് കാണിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഏത് വിഷയത്തിനകത്താണ് പലവരും മടുത്തു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കുടുംബമായി ചില വിരോധങ്ങൾ കാണുന്നവരാം, ജോലി സ്ഥലത്ത് വിരോധങ്ങൾ കാണുന്നവരാം, ദേശത്തിൽ ചില സർക്കാർ ഓഫീസ് ഇങ്ങനെയൊക്കെയുള്ള വിരോധങ്ങൾ വരുമ്പോൾ ചിലവരെ നോക്കി നമ്മൾ പറയും, ഇത്ര ദുഷ്ടത ചെയ്തിട്ടും അയാൾക്കൊരു കുഴപ്പവും വരുന്നില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, അയാളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന എൻ്റെ കാര്യത്തിനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടുത്തു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും എതിര് മാറുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ ദൈവം നീതിമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിരോധമായി നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നവർ മനുഷ്യനാണെന്ന് തിരിച്ചറിയാമെങ്കിൽ അറിയാം, എൻ്റെ ദൈവം വേഗത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന, ഇന്ന് അയാളെ അങ്ങ് മാറ്റണമേ, അല്ലെങ്കിൽ ചിലർ പറയുന്ന കേട്ടില്ലേ, ആ ദുഷ്ടനെ അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. കാരണം ദൈവം ജാതികളെ പോലും സ്നേഹിക്കുന്നുണ്ട്. കാരണം തൻ്റെ പുത്രനെ നൽകിയത് സകല മാനവകുലത്തിനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിരോധികൾ അവസാനിക്കണമെന്നൊക്കെ പറയുമ്പോൾ ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഹല്ലേലൂയ. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം എല്ലാവർക്കും വേണ്ടി ജീവനെ കൊടുത്തവനാണ്. എന്നാൽ നിങ്ങൾ ഈ വിഷയത്തിനകത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 6-7 വാക്യങ്ങൾ. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 7-ാമത്തെ വാക്യം ആൻസറാണ്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എതിരാളി അവസാനിക്കണമെന്നൊക്കെ പറയുമ്പോൾ ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ മറ്റ് ട്രാൻസ്ലേഷൻ POC കൊണ്ട് നമ്മളൊന്ന് വായിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടപ്പാക്കി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബരം വരുത്തുമോ? 8-ാമത്തെ വാക്യം, അവർക്ക് വേഗം നീതി നടപ്പാക്കി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഈ ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കാമെങ്കിൽ ആ ദുഷ്ടനെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ എതിരാളിയെ അവസാനിപ്പിക്കുക അല്ല ചെയ്യുന്നത്. എൻ്റെ ദൈവം അതിനകത്ത് നീതി നടപ്പാക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ
നിങ്ങൾക്കുള്ള നീതി തുറന്നു വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത്. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച പറയാം. ഭയങ്കര സാമ്പത്തിക കരുത്തുള്ളവർ ചിലവർക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ വസ്തുവിൻ്റെ വിഷയമായിരിക്കാം, കുടുംബ വിഷയമായിരിക്കാം, അവർ കോടതിയിലൊക്കെ അറിയാം സാമ്പത്തികം കൊണ്ട് ഉയർന്ന ആൾക്കാരെ കൊണ്ട് ഹല്ലേലൂയ ഈ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ അതിന് വകയില്ലാത്തവരെ നേരിട്ട് ജയിക്കുന്ന തലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഞാൻ അവരോട് പറയുന്നു, മടുത്തു പോകരുത്, പിന്മാറിപ്പോകരുത്. നമ്മുടെ ദൈവം നീതിമാനാണ്. സകല കോടതികളെക്കാളും സകല മാനുഷിക ചിന്തകളെക്കാളും മാനുഷിക അധികാരങ്ങളെക്കാളും നീതി നടപ്പാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ വചനത്തിനകത്ത് കാണുന്നത്. എന്നാൽ അടുത്ത പദം പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 8ാമത്തെ വാക്യം പറയാണ്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ അവൻ വിശ്വാസം കണ്ടെത്തുമോ. കാരണം ഈ വചനത്തിന്റെ വെളിപ്പാട് അറിയാത്തത് കൊണ്ട് പലവരും പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നത് കാണാൻ കഴിയും. പല വിഷയത്തിനകത്തും എനിക്കിതിനകത്തൊന്നും വിടുതലില്ല, ലോകപ്രകാരം ഉയർന്ന നിലയിൽ ദുഷ്ടന്മാർ വലിയ നിലയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം, ദൈവീക വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾ മടുത്തില്ലെങ്കിൽ അറിയാം, നിന്റെ പ്രതിയോഗിയോട്, നിന്റെ എതിരാളിയോട് ദൈവം നീതി നടപ്പാക്കാൻ തയ്യാറാകും. നിനക്കെത്ര കഴിവില്ലെങ്കിലും, നിനക്കെത്ര സമ്പത്തില്ലെങ്കിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഇന്ന് ഈ വചനത്തിനകത്ത് ഞാൻ വ്യക്തമായി കൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനത്തോടെ ഹല്ലേലൂയ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക വിടുതലിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. വചനത്തിനകത്ത് വിശ്വാസം, മറ്റുള്ള സാക്ഷ്യം കേട്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ആ കാൽവരിയിൽ വെളിപ്പെട്ട നന്മയെ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, അതെനിക്ക് വേണ്ടി അങ്ങ് ചെയ്തതിനായി നന്ദി. അങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ വിടുതലുകൾ സംഭവിക്കും. അതേ നിലയിൽ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ മേളിൽ, നിങ്ങളുടെ കുടുംബ വിഷയത്തിൻ്റെ മേളിൽ ആ ദേശത്തിൽ, ആ ജോലി സ്ഥലത്തൊക്കെ ഇതേപോലെ നീതി കിട്ടാതെ ചിലവർ അവരുടെ അധികാരത്തിൽ, ചിലവർ അവരുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നന്മ കിട്ടുന്നില്ല, നിങ്ങളുടെ ആത്മീയത കുറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾ എന്നും കഷ്ടത്തിലും പ്രശ്നത്തിലും ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടുത്തു പോകരുത്. നീതിമാനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നുള്ളത് വചനത്തിൻ്റെ ശക്തിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് ഈ സത്യം തിരിച്ചറിഞ്ഞു ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് ഈ വചനത്തിൻ്റെ പൊരുൾ ഇവർക്ക് തിരിച്ചറിയണമേ അപ്പാ. ഈ വചനം ഇവരെ കണ്ണുകളെ തുറക്കണമേ അപ്പാ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മടുക്കാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരുടെ ഉയർന്ന സാമ്പത്തികവും അവരുടെ പിടിപാടുകളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നീതി നടപ്പാക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ നീതി പറയുന്ന ആ നീതിയുടെ ശക്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ അപ്പാ. ആ പേപ്പർ വർക്കിൽ സൈൻ നടക്കണമേ അപ്പാ. ഇപ്പോൾ തന്നെ അനുകൂലതകൾ വരണമേ അപ്പാ. ഇപ്പോൾ ആ ജോലിയുടെ മേഖല തുറക്കണമേ, ആ യാത്രയുടെ വഴി തുറക്കണമേ അപ്പാ. വസ്തുവിൻ്റെ മേളിൽ വിടുതൽ സംഭവിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ എന്നെ കാണുന്നവരുടെ മേളിൽ വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രാർത്ഥനയും വചനവും നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ വിളിക്കണം. പ്രത്യേകിച്ച് വലിയ ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഒരുങ്ങാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.